സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഇന്ന് 4-ാമത്തെ അധ്യായത്തിൽ സരസ്വതി സ്തോത്ര പൂജാദികളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാരദ മഹർഷി ശ്രീനാരായണ മഹർഷിയോട് ചോദിക്കുകയാണ്. വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഋഷി, ഇനി പ്രകൃതി പൂജ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരണം. മനുഷ്യർ ഈ ഭൂമിയിൽ പൂജിച്ചത് ആരെയാണെന്നും ഏതു വിധത്തിലാണെന്നും പറഞ്ഞു തരണം. ഓരോരുത്തരെയും ധ്യാനിക്കാനുള്ള കവചവും ധ്യാനവും സ്തോത്രങ്ങളും ആർക്കൊക്കെ ഏതേത് വരങ്ങളാണ് ലഭിച്ചതെന്ന് പറഞ്ഞു തരാൻ കരുണയുണ്ടാവണേന്ന് പറഞ്ഞു. അപ്പൊ പറയണു, നാരദ, മൂലപ്രകൃതി 5 രൂപമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ദുർഗ, സരസ്വതി, രാധ, ലക്ഷ്മി, സാവിത്രി തുടങ്ങിയ ദേവികളാണ് ഏറ്റവും പ്രധാനികൾ. അവരുടെ പൂജയും മറ്റും വിശേഷപ്പെട്ടതാണ്. കാളി, ജാഹ്നവി, ഭൂദേവി, ഷഷ്ഠി, മംഗളചണ്ഡിക, തുളസി, മാനസ, നിദ്ര, സ്വധ, സ്വാഹ, ദക്ഷിണ തുടങ്ങിയവർ ദേവിയുടെ കലാവതാരങ്ങളാണ്. ആദ്യം ഞാൻ അവരുടെ പുണ്യചരിതം ചുരുക്കി പറഞ്ഞു തരാം. അതിനുശേഷം ജീവകർമ്മ വിഭാഗവും ശരിയാവണ്ണം നിനക്ക് ഞാൻ ഉപദേശിച്ചു തരാമെന്ന് പറയണു. അപ്പൊ ദുർഗയുടെയും രാധയുടെയും ശ്രേഷ്ഠ കഥകൾ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ആദ്യമായി സരസ്വതി പൂജ നടത്തിയത് വിഷ്ണുവാണ്. ആ ദേവിയെ പൂജിച്ചാൽ മൂഢനും വിദ്വാനായി തീരും. പ്രകൃതിയാകുന്ന ഈശ്വരയുടെ ജിഹ്വയിൽ നിന്നുണ്ടായ സരസ്വതി ആ സമയം മുതൽക്ക് തന്നെ ശ്രീകൃഷ്ണനിൽ അനുരക്തിയായി. സരസ്വതിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ വാണിയോട് പറഞ്ഞു, ദേവി, എൻ്റെ അംശം തന്നെയായ വിധിയെ നീ വരിക്കുക. ആ ദേവൻ കാമിക്കുന്നവരുടെ ഹൃദയം അറിയുന്നവനാണ്. കാമദേവനേക്കാൾ സുന്ദരനുമാണ് അദ്ദേഹം. നീ കാന്തനായി എന്നെ വരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള രാധ നിന്നേക്കാൾ ബലമുള്ളവളല്ലേ. സർവരെയും രക്ഷിക്കുന്ന എന്നേക്കാൾ ശക്തിയാണ് രാധക്ക്. തേജോ ഗുണം കൊണ്ട് രൂപം കൊണ്ട് രാധ എനിക്ക് തുല്യാണ്. നീ വിധിക്കും തുല്യാണ് എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഏറ്റവും പ്രിയം സ്വന്തം മക്കളോടാവും. എന്നാൽ അതിലും അധികം പ്രിയം സ്വന്തം ജീവനെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നീ വൈകുണ്ഠത്തിലേക്ക് പോകുക. അവിടെ വിഷ്ണുവിനെ പതിയാക്കി സൗഖ്യമായി വാഴുക. വൈകുണ്ഠത്തിൽ നിനക്ക് തുല്യമായി ലക്ഷ്യമുണ്ട്. അപ്പം ഗോലോകപതിയായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണേ. അവിടെ ലക്ഷ്മിയുണ്ട്. അവളോടൊപ്പം സന്തോഷത്തോടെ വസിച്ചാലും വിഷ്ണു നിങ്ങളെ രണ്ടാളെയും ഒരുപോലെ അംഗീകരിക്കും എന്ന് പറഞ്ഞു. വിദ്യാരംഭത്തിലും മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന പഞ്ചമി തിഥിയിലും ശ്രേഷ്ഠയായ സരസ്വതി ദേവിയെ വിശ്വം മുഴുവൻ ആരാധിക്കുന്നു. ഇന്ദ്രിയ നിഗ്രഹത്തോടെ മനസ്സിനെ ഏകാഗ്രമാക്കി ഷോഡശോപചാരത്തോടെ ധ്യാനവും പൂജയും ചെയ്യണം. സരസ്വതി ദേവിയെ പുസ്തകത്തിൽ പൂജ ചെയ്യണം. അവിടുത്തെ കവചം സ്വർണ്ണ തകിടിൽ എഴുതി ചന്ദനം കൊണ്ട് അർച്ചിച്ച് വലത്തെ കയ്യിലോ കഴുത്തിലോ ധരിക്കണം. പൂജ ചെയ്യുന്ന സമയത്ത് കവചം ജപിക്കണം കേട്ടോ. ഈ പൂജ ബ്രഹ്മാദികളും ശേഷനും ധർമ്മനും സനകാദിമുനികളും മനുഷ്യരും ഭക്തിയോടെ ചെയ്യുന്നു. വാണീദേവിയെ ലോകമെങ്ങും ഇപ്രകാരം പൂജിക്കുന്നു. വാണിയിലേക്ക് പിന്നെ ഒന്നുമില്ലല്ലോ, അതല്ല എല്ലാരും മൂഢന്മാരാവൂലേ. ഋഷേ, വാണീദേവിയുടെ പൂജാവിധികളും ജപം ധ്യാനം തുടങ്ങിയവയെ പറ്റിയും എന്തൊക്കെയാണ് നിവേദ്യങ്ങളും പുഷ്പങ്ങളും വേണ്ടതെന്നും വ്യക്തമായി പറഞ്ഞു തരണേന്ന് വീണ്ടും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കണ്ണുശാഖയിൽ പറഞ്ഞ പ്രകാരം ജഗന്മാതാവായ വാണിയെ അർച്ചിക്കുന്ന വിധം കേട്ടാലും വിദ്യാരംഭത്തിലും മാഘമാസത്തിലെ ശുക്ല പഞ്ചമി തിഥിയിലും ദേവിയെ സങ്കല്പം ചെയ്ത് തലേ ദിവസം തന്നെ സ്നാനകർമ്മങ്ങളെല്ലാം നിർവഹിച്ച് ശുദ്ധിയോടുകൂടി വേദവിധി പ്രകാരം ഭക്തിയോടെ കലശം സ്ഥാപിക്കണം. ആദ്യം ഗണേശനെയും പിന്നീട് ഇഷ്ടദേവതയും പൂജിക്കാം. ബാഹ്യഘടത്തിലും വിധിയാവണ്ണം പൂജിക്കണം. ധ്യാനത്തോടുകൂടി ഷോഡശോപചാരം ചെയ്യുകയും വേണം. ഇനി വേദത്തിൽ പറഞ്ഞ നിവേദ്യങ്ങളെ പറ്റി കേട്ടാലും വെണ്ണ, തൈര്, നീര്, പാല്, മലര്, എള്ളുണ്ട, വെള്ളക്കരിമ്പിന്റെ നീര്, വെല്ലം, കൽക്കണ്ണം, സ്വസ്തികം, തേൻ, വെള്ളധാന്യം ചേർത്ത അക്ഷതം, വെളുത്തവില്, വെള്ളമോദകം, നെയ്യും ഉപ്പും ചേർത്ത് വിധിപ്രകാരം ഉണ്ടാക്കിയ ഹവിസും അർപ്പിക്കണം കേട്ടോ. നെയ്പായസം, അതുപോലെ തന്നെ അമൃതിന് തുല്യമായ ഇളനീര്, നല്ല വെള്ളം, മധുരമുള്ള ഇളനീരുണ്ടല്ലോ അത്, വാഴപ്പഴം, ലന്തപ്പഴം തുടങ്ങിയ നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കാൻ ദേവിക്ക്. കാലോചിതമായി വേണ്ടതൊക്കെ ഒരുക്കുക. വെളുത്ത കോടി വസ്ത്രങ്ങളും ശംഖവും വേണം. പൂജയ്ക്ക് വെള്ളപ്പൂവുകൾ കൊണ്ടുണ്ടാക്കിയ പൂമാലയും മുത്തുമാലയും വേണം.
ഇനി വേദത്തിൽ പറഞ്ഞ പ്രകാരമുള്ള ദേവീ ധ്യാനം കേട്ടോളൂ, പറഞ്ഞു തരാട്ടോ. സ്മിതഭൂഷേ ശുഭ്രവർണ്ണേ സരസ്വതി വീണാ പുസ്തകധാരിണി, ബ്രഹ്മാദികളാൽ പൂജിക്കപ്പെടുന്നവളെ ഇത് ഞാൻ അടിപണിയുന്നു. നമസ്കാരം ഇപ്രകാരം ധ്യാനിച്ച് മൂലമന്ത്രം ജപിച്ച് സമസ്തവും സമർപ്പിക്കണം. പിന്നീട് കവചം ചൊല്ലി സാഷ്ടാംഗം നമസ്കരിക്കണം. ഇഷ്ടദേവത വാണീദേവിയാണെങ്കിൽ ഇപ്രകാരം നിത്യം പൂജിക്കണം. മാഘമാസത്തിലെ പഞ്ചമിയിലും വിദ്യാരംഭത്തിലും ആർക്കും ഈ മൂലമന്ത്രം ചൊല്ലി പൂജിക്കാം. ശ്രീം ഹ്രീം സരസ്വതി സ്വാഹ. ഇതാണ് സരസ്വതിയുടെ മൂലമന്ത്രം. പണ്ട് പുണ്യഭാരതവർഷത്തിൽ ഗംഗാനദിക്കരയിൽ വെച്ച് ഈ മന്ത്രം വിഷ്ണു ഭഗവാൻ വാൽമീകിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. പുഷ്കരത്തിൽ വെച്ച് അമാവാസിക്ക് ഈ മന്ത്രം ഭൃഗു മഹർഷി കലിക്കും വെളുത്ത വാവിൻ ദിവസം മാരീചൻ ഗീഷ്പതിക്കും ഈ മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഭൃഗു മഹർഷിക്ക് ഈ മന്ത്രം ബദര്യാശ്രമത്തിൽ വെച്ച് ബ്രഹ്മാവാണ് ഉപദേശിച്ചു കൊടുത്തത്. പിന്നീട് ആസ്തികന് ക്ഷീരാബ്ധി തീരത്ത് വെച്ച് ജഗത്കാരുവും മേരുപർവ്വതത്തിൽ വെച്ച് വിഭാണ്ഡകൻ ഋഷ്യശൃംഗനും ഉപദേശിച്ചു. സുതലത്തിൽ വെച്ച് ശേഷഭഗവാൻ ഈ മന്ത്രം ബലിസന്നിധിയിൽ വെച്ച് ഭരദ്വാജനും പാണിനിക്കും ശകടായനും നൽകി. ശിവൻ ഗൗതമമുനിക്കാണ് കൊടുത്തത് കേട്ടോ. സൂര്യൻ യാജ്ഞവൽക്യന് കൊടുത്തു. കാത്യായനും ഉപദേശിച്ചു. ഈ മന്ത്രം 24 ലക്ഷം മുറി ജപിച്ചാല് മന്ത്രസിദ്ധി കൈവരുത്ത. മന്ത്രസിദ്ധി ലഭിച്ചാൽ അവൻ ബൃഹസ്പതിക്ക് തുല്യനാകും. ഗന്ധമാദന ശൈലത്തിൽ വെച്ച് പണ്ട് വിധി ഭൃഗുമഹർഷിക്ക് വിശ്വവിജയം എന്ന പേരായ കവചം ഉപദേശിച്ചു. ഭൃഗുമഹർഷി ചോദിക്കുന്നു, ബ്രഹ്മജ്ഞാന വിശാരദ, ശ്രുതിസാരവും ശ്രുതി പൂജിതവുമായ വിശ്വവിജയം എന്നു പേരുള്ള വാണീ കവചം ഉപദേശിച്ചു തന്നാലും അനേക മന്ത്രങ്ങളോട് ചേർന്ന് സർവോത്കൃഷ്ടമായ ദേവീ കവചം ഗ്രഹിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. വത്സ, സർവാഭിഷ്ടങ്ങളെ സാധിപ്പിച്ചു തരുന്നതും ശ്രുതിസാരമായതും ശ്രുതി സുഖവും തരുന്ന ആ കവചം എനിക്ക് രാസേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ രാസമണ്ഡലത്തിൽ വെച്ച് ഉപദേശിച്ചിട്ടുണ്ട്. അത്ഭുത മന്ത്രങ്ങൾ ചേർന്ന് ഈ കവചം വളരെ ഗോപ്യമായി വെക്കേണ്ടതാണ്. ഇങ്ങനെ കണ്ടമാനം പറയേണ്ടതല്ല, അല്ലെങ്കിൽ മന്ത്രമെല്ലാം ഗോപ്യമായി വെക്കേണ്ടത് തന്നെയാണ്. ഈ മന്ത്രം കൊണ്ട് ശുക്രൻ ദാനവർക്ക് പൂജിതനായി ഭവിച്ചു. ഇതിനാൽ തന്നെ ഇന്ദ്രൻ ബുദ്ധിമാനുമായി, വാൽമീകി കവിശ്രേഷ്ഠനായി, സ്വയംഭൂമനു ഈ കവചം ജപിച്ചത് കാരണം സർവരാലും പൂജിതനായി. ശകടായൻ, ദക്ഷൻ, കണ്ണൻ, പാണിനി, കണാദൻ, കാത്യായനൻ തുടങ്ങിയവർ ഗ്രന്ഥം രചിച്ചതും വേദവ്യാസൻ വേദത്തെ വ്യസിച്ച് പുരാണങ്ങളൊക്കെ രചിക്കാൻ പാണ്ഡിത്യമുണ്ടായതും ഈ മന്ത്രത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അത്രമാത്രം പാണ്ഡിത്യം ഉണ്ടാവും ഈ മന്ത്രത്തിന്, അത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നു. ശകടായനൻ, ദക്ഷൻ, കണ്ണൻ, പാണിനി, കണാദൻ, കാത്യായനൻ തുടങ്ങിയവർ ഗ്രന്ഥം രചിച്ചതും അതുപോലെ തന്നെ വേദവ്യാസൻ വേദത്തെ വ്യസിച്ച് പുരാണങ്ങളൊക്കെ രചിക്കാൻ പാണ്ഡിത്യം ഉണ്ടായതും ഈ മന്ത്രത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ശാതാതപൻ, യാജ്ഞവൽക്യൻ, സംവർത്തൻ, വസിഷ്ഠൻ, പരാശരൻ തുടങ്ങിയ മുനീശ്വരന്മാരൊക്കെ ഈ മന്ത്രത്തിന്റെ സിദ്ധി കൊണ്ടാണ് വേദവിത്തുക്കൾ ഗ്രന്ഥകാരന്മാരും ആയത്. എന്തിനധികം വിസ്തരിക്കുന്നു, ശ്രേഷ്ഠരായ ഋഷീശ്വരന്മാരൊക്കെ ഈ മന്ത്രം സ്വായത്തമാക്കി പൂജിതരായിട്ടുണ്ട്. ഈ കവചത്തിന്റെ ഋഷി പ്രജാപതിയും ഛന്ദസ് ബൃഹസ്പതിയും ദേവത ശാരദാംബയുമാണ്. സർവകാര്യസിദ്ധിക്കും കവിത്വം ലഭിക്കുവാനും തത്വസിദ്ധിക്കും ഈ കവചം ജപിക്കുന്നത് അത്യുത്തമമാണ്. സരസ്വതിയുടെ കവചം ഇതാണ്. ശ്രീം ഹ്രീം സരസ്വതി ദേവി ഇതാ നമസ്കരിക്കുന്നു. എൻ്റെ ശിരസിനെ കാത്തുരക്ഷിച്ചാലും. ശ്രീം വാഗ്ദേവതേ തൊഴാം, എൻ്റെ പാലദേശത്തെ രക്ഷിച്ചാലും. ഓം ഹ്രീം സ്വാഹേ സരസ്വതി എൻ്റെ 2 ശ്രോത്രങ്ങളെ രക്ഷിച്ചാലും. ഓം ശ്രീം ഹ്രീം സ്വാഹേ ദേവി സരസ്വതി എൻ്റെ 2 കണ്ണുകളും രക്ഷിച്ചാലും. ഐം ഹ്രീം എൻ്റെ നാസികയെ രക്ഷിച്ചാലും. വാഗ്വാദിനി നമസ്കരിക്കുന്നു. ഹ്രീം വിദ്യാധിഷ്ഠാതൃ ദേവതയെ എൻ്റെ ഓഷ്ടപുടങ്ങളെ കാത്ത് രക്ഷിച്ചാലും. ഓം ശ്രീം ഹ്രീം ബ്രഹ്മദേവതയെ എൻ്റെ ദന്തനിരയെ കാത്ത് രക്ഷിച്ചാലും. ഐം എന്ന ഏകാക്ഷര മന്ത്രം എൻ്റെ കണ്ഠത്തെ രക്ഷിക്കട്ടെ. ഓം ശ്രീം ഹ്രീം ലക്ഷ്മി എൻ്റെ കഴുത്തും ചുമലും കാത്ത് രക്ഷിച്ചാലും. ഓം ഹ്രീം വിദ്യാധിഷ്ഠാതൃ ദേവതയെ എൻ്റെ ഉരപ്രദേശം കാത്ത് രക്ഷിച്ചാലും. ഓം സ്വാഹേ വിദ്യാധിരൂപിണി എൻ്റെ നാഭീദേശം കാത്ത് രക്ഷിച്ചാലും. ഓം ഹ്രീം ക്ലീം വാണി ദേവി നമസ്കാരം
എൻ്റെ 2 കൈകളും രക്ഷിച്ചാലും. ഓം സർവവർണാത്മികേ സ്വാഹ, എൻ്റെ 2 കാലുകളും കാത്ത് രക്ഷിച്ചാലും. ഓം വാഗ്ധിഷ്ഠാത്യ ദേവതേ, എൻ്റെ സർവ അംഗങ്ങളും കാത്ത് രക്ഷിച്ചാലും ദേവി. ഓം എൻ്റെ കിഴക്ക് ഭാഗം കാത്തുണ്ടാലും സർവകണ്ഠനിവാസിനി നമസ്കരിക്കുന്നു. ഓം സർവജിഹ്വാഗ്രവാസിനി എൻ്റെ അഗ്നികോണം കാത്ത് രക്ഷിച്ചാലും. ഓം ഐം ഹ്രീം ക്ലൈം ജ്ഞാനികളുടെ ജനനി നമിക്കാം. ഈ മന്ത്രരാജൻ എൻ്റെ തെക്ക് വശം കാത്ത് രക്ഷിക്കട്ടെ. ഐം ഹ്രീം ശ്രീം, ഈ 3 അക്ഷരം എൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെയും പ്രതീജിയ സർവജിഹ്വാവാസയും രക്ഷിക്കണം. സർവാംബികാദേവി വായവ്യത്തെയും ഗദ്യവാസിനിയായ ദേവി എൻ്റെ വടക്ക് വശത്തെയും രക്ഷിക്കണം. ആയും സർവശാസ്ത്രനിവാസിനി ഈശാനഭാഗം കാത്ത് രക്ഷിക്കണേ. ഓം ഹ്രീം, എൻ്റെ മേൽഭാഗം സർവദാ കാത്ത് രക്ഷിച്ചാലും സർവപൂജിതേ. ഹ്രീം ഗ്രന്ഥവാസിനി, എൻ്റെ കീഴ്ഭാഗം കാത്ത് രക്ഷിച്ചാലും നമിക്കാം ദേവി. ഓം ഗ്രന്ഥജീവസ്വരൂപിണി, എൻ്റെ എല്ലാ ഭാഗവും കാത്ത് രക്ഷിക്കണേ. ബ്രഹ്മമന്ത്രങ്ങളെ പറ്റിയും വിശ്വവിജയം എന്നു പേരുള്ള കവചവും ഞാൻ പറഞ്ഞു തന്നു. പണ്ട് ഈ ഉപദേശം എൻ്റെ അച്ഛനായ ധർമ്മൻ ഗന്ധമാദന പർവ്വതത്തിൽ വെച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. നാരദ, അങ്ങയോടുള്ള സ്നേഹവും വാത്സല്യവും കൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ പറഞ്ഞു തന്നത്. വളരെ ഗോപ്യമായി വെക്കണം. വസ്ത്രഭൂഷണങ്ങൾ നൽകി പൂജിച്ച ഒരു വിദ്വാനിൽ നീ മന്ത്രം ഗ്രഹിക്കണം. 5 ലക്ഷം സംഖ്യ കൊണ്ട് ജപിച്ചാൽ ഈ കവചം സ്വായത്തമാകും, ബൃഹസ്പതിക്ക് സമാനനാകും. കവചത്തിന്റെ സിദ്ധിയാൽ മഹാവാഗ്മിയുമാവും, ലോകജേതാവുമായിത്തീരും, സമസ്ത സുഖങ്ങളും നേടാനാവും. കണ്ണു ശാഖോക്തമായ കവചം ഞാൻ പറഞ്ഞു തന്നു. ഇനി ധ്യാനത്തെ പറ്റിയ സ്തോത്ര പൂജാതി വിധികളും നാളെ പറഞ്ഞു തരാം. ഇന്ന് നമുക്ക് ഇവിടെ ദേവീപാദങ്ങൾ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.